إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മുത്തഖികളായ ആളുകളെ സംബന്ധിച്ച് ആരാണ് ഭക്തന്മാരെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നിരവധി സ്ഥലങ്ങളിലൂടെ അനവധി ഗുണവിശേഷണങ്ങളിലൂടെ വിവരിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും ഉദാത്തമായ ഗുണങ്ങളും സവിശേഷതകളുമാണ് മുത്തഖീങ്ങൾക്ക് അല്ലാഹു തആല വിവരിച്ചിട്ടുള്ളത്. ആ നല്ല രൂപത്തിലുള്ള സ്വഭാവങ്ങളിലൂടെ അവർ അത്യുന്നതമായ സ്വർഗീയ ദറജകളിലേക്ക്, പദവികളിലേക്ക് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അല്ലാഹു തആല വിവരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായമായ സൂറത്തു ആലി ഇമ്രാനിലെ 133 മുതൽ 136 വരെയുള്ള ആയത്തുകളിലൂടെ, സൂക്തങ്ങളിലൂടെ അല്ലാഹു മുത്തഖീങ്ങളുടെ ഗുണങ്ങളായി കൊണ്ട് വിവരിച്ചിട്ടുള്ള ഏതാനും ചില കാര്യങ്ങളെയാണ് ഇന്നത്തെ നമ്മുടെ അവസരത്തിലൂടെ വിവരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വർഗാവകാശികളിൽ നമ്മയെല്ലാം ചേർത്ത് തരുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു തആല പറയുന്നു, വസാരിഉ, നിങ്ങൾ ധൃതി കൂട്ടുവീൻ, നിങ്ങൾ മത്സരം കാണിക്കുവീൻ, മുന്നേറുവീൻ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, അല്ലാഹുവിങ്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുവീൻ. വജന്നത്തിൻ, സ്വർഗ്ഗത്തിലേക്കും ധൃതിപ്പെടുവീൻ. അർളുഹാ, അതിന്റെ വിശാലത അസ്സമാവാതു വൽ അർള്, ആകാശഭൂമികളോളമാണ്. ആകാശഭൂമികളോളം പ്രവിശാലമായ സ്വർഗത്തിലേക്ക് കുതിക്കൂ. ഉഇദ്ദത്തിൽ മുത്തഖീൻ, ആ സ്വർഗം
മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കപ്പെട്ട് വെച്ചിരിക്കുകയാണ്. മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുള്ള സ്വർഗം. എന്നിട്ട് അല്ലാഹു തആല വിശദീകരിക്കുകയാണ് ആരാണ് മുത്തഖീങ്ങൾ, ആർക്കാണ് ഈ അത്യുന്നതമായ പദവി നേടാൻ സാധിക്കുക. അല്ലദീന, അവരാരാണ്? യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ. 4 ഗുണങ്ങൾ ഈ സൂക്തങ്ങളിലൂടെ അല്ലാഹു ഇവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ്. ഒന്നാമതായി അല്ലാഹു തആല എടുത്തു പറയുന്നത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ. സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും ചെലവഴിക്കുന്നവരാണവർ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന, സ്വദഖ ചെയ്യുന്ന, ധർമ്മം ചെയ്യുന്ന നല്ലവരായ ആളുകളാണവർ. ഏതൊക്കെ ഘട്ടങ്ങളിൽ അവർ ചെലവഴിക്കുന്നു? ഫിസ്സറായി, സന്തോഷമുള്ള ഘട്ടത്തിലും, വദ്ദറായി, സന്താപഘട്ടത്തിലും. ഉലമാ വിശദീകരിക്കുകയാണ്, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു തഫ്സീറുകളിൽ, ഐ ഫീ ഹാലിൽ യുസ്രി വൽ ഉസ്രി വസ്സിഹതി വൽ മറദ്. അതായത് അവന് നല്ല എളുപ്പവും സൗകര്യവുമൊക്കെയുള്ള സമയത്തും അവൻ ചെലവഴിക്കും. വൽ ഉസ്ർ, ഞെരുക്കമുള്ള സമയത്തും അവൻ ചെലവഴിക്കും. ഏത് സമയത്തും അവൻ ചെലവഴിക്കുന്നവനാണ്. വസ്സിഹതി വൽ മറദ്, ആരോഗ്യമുള്ളപ്പോഴും രോഗിയാണെങ്കിലും അവൻ ചെലവഴിക്കും. അതായത് സദാ സന്ദർഭങ്ങളിലും ചെലവഴിക്കുക എന്ന ഗുണം സത്യവിശ്വാസിയിൽ മുത്തഖീങ്ങളിൽ ഉണ്ടാകുമെന്നർത്ഥം. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞതുപോലെ الذين ينفقون أموالهم بالليل والنهار سرا وعلانية. الذين ينفقون أموالهم, തങ്ങളുടെ സ്വത്തുക്കൾ ചെലവഴിക്കുന്നവർ, بالليل والنهار, രാവും പകലും, സിർറൻ വഅലാനിയതൻ, സ്വകാര്യമായും പരസ്യമായും. ഓരോന്നിനോരോ സന്ദർഭങ്ങളുണ്ട്. എപ്പോഴും ധർമ്മം സ്വകാര്യമായി ചെയ്യാനാണ് ഇസ്ലാം പറയുന്നത്. ഒരാൾ അറിയരുത്, വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ ധർമ്മം ചെയ്തവർക്ക് നാളെ പരലോകത്ത് പ്രത്യേകം തണലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ഘട്ടങ്ങളിൽ പരസ്യപ്പെടുത്തലായിരിക്കും ഏറ്റവും ഉത്തമം. ശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇൻ തുബ്ദു സ്വദഖാതി ഫനിഅമ്മാ ഹിയ വഇൻ തുഖ്ഫൂഹാ വതുഅതുഹൽ ഫഖറാഅ ഫഹുവ ഖൈറുൽ ലക്കും. ധർമ്മങ്ങൾ നിങ്ങൾ പരസ്യപ്പെടുത്തുകയാണെങ്കിൽ അതെത്ര നല്ലതാണ്. അത് അതിന്റെ ഘട്ടത്തിലാണത്. മറ്റുള്ളവർക്ക് പ്രോത്സാഹനം എന്ന നിലക്ക്, ആളുകൾ അറിയാൻ വേണ്ടിയോ പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല, ആരും തുടങ്ങാത്ത ഒരു ഫണ്ടിലേക്ക് താൻ ആദ്യമായി പരസ്യമായി ഒരു തുക നൽകുമ്പോൾ അത് മറ്റുള്ളവർ കണ്ട് അവർക്കതിലേക്ക് ആവേശവും പ്രോത്സാഹനവും പ്രചോദനവുമാകട്ടെ എന്ന നിലക്ക് അത്തരം ഘട്ടങ്ങളിൽ പരസ്യപ്പെടുത്തേണ്ടി വരും. ചില ഘട്ടങ്ങളിൽ അങ്ങനെ പരസ്യപ്പെടുത്തുന്നതായിരിക്കും ഏറെ ഉത്തമം. അത് അതാതിന്റെ സന്ദർഭങ്ങളിലും അത് ചെയ്യുന്നവന്റെ ഉദ്ദേശശുദ്ധിയും അള്ളാഹു അറിയുന്നുണ്ട് എന്ന നിലക്കാണെല്ലാം പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹു ചെലവഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു ഫിസ്സറായി വല്ലറായി, സന്തോഷഘട്ടത്തിലും ചെലവഴിക്കും, ഞെരുക്കമുണ്ടാകുമ്പോഴും പ്രയാസമുണ്ടാകുമ്പോഴും എളുപ്പമുണ്ടാകുമ്പോഴും രോഗിയാണെങ്കിലും ആരോഗ്യവാനാണെങ്കിലും ഒക്കെ ചെലവഴിക്കും. എപ്പോഴും ചെലവഴിക്കൽ ഒരു മുസ്ലിമിന്റെ പ്രകൃതമാണ്. ഒരു ദിവസത്തിൽ അല്പമെങ്കിലും ധർമ്മം ചെയ്യാത്തൊരു ദിവസം ഉണ്ടാകരുത്, ഒരു ദിർഹമെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാമിൻ യൗമിൻ, ഒരു ദിവസവുമില്ല, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രഭാതത്തിലും ഉസ്ബിഹുൽ ഇബാദു ഫീ, അടിമകൾ പ്രഭാതത്തിലായിരിക്കുന്ന സമയത്ത് ഇല്ലാ വൽ മലക്കാനി യൻസിലാൻ, 2 മലക്കുകൾ ഇറങ്ങി വരികയാണ് എല്ലാ പ്രഭാതത്തിലും. എന്നിട്ട് ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നു അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ വയഖൂലുൽ ആഖർ അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ. ഒന്നാമത്തെ മലക്ക് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് നീ ധാരാളം നൽകണേ, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് നീ ധാരാളം ധാരാളം നൽകണേ. മറ്റേ മലക്ക് പ്രാർത്ഥിക്കും അല്ലാഹുമ്മ അഅതി മുംസിക, ഒന്നും ചെലവഴിക്കാതെ അല്പം പോലും ധർമ്മം ചെയ്യാതെ പിശുക്കും ആ രൂപത്തിലുള്ള ദുസ്വഭാവങ്ങളും കാരണത്താൽ പിടിച്ചു വെക്കുന്നവന് തലഫ, നീ നൽകേണ്ടത് നാശമാണ്. അപ്പൊ നൽകുന്നവന് നീ ധാരാളം കൊടുക്ക്, നൽകാതെ പിടിച്ചു വെക്കുന്നവന് നീ നാശം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ലാത്ത ഒരു പ്രഭാതവും, 2 മലക്കുകൾ മുഖേന പ്രാർത്ഥിച്ചുകൊണ്ടല്ലാത്ത ഒരു പ്രഭാതവും
ഈ ലോകത്ത് സംഭവിക്കുന്നില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തഖുന്നാറ വലൗ ബിശ്ശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീന്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകാഗ്നിയെ സൂക്ഷിക്കൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ മുത്തഖീങ്ങൾ സ്വർഗം അത്യുന്നതമായ സ്വർഗീയ സോപാനങ്ങളിലേക്ക് കുതിച്ചുയരാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളുടെ പ്രാഥമികമായ ഒരു ഗുണമായി ഇവിടെ പറഞ്ഞത് അവർ സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും ചെലവഴിക്കും എന്നാണ്. പലരും ചെലവഴിക്കണമെങ്കിൽ അവർക്ക് വല്ല അസുഖവും വരണം, അല്ലെങ്കിൽ വല്ല ചികിത്സ ഇല്ലാത്ത വളരെ മാരകമായ രോഗത്തിൽ പെടണം, അതല്ലെങ്കിൽ മാനസികമായി എന്തെങ്കിലും വലിയ കഷ്ടപ്പാടിൽ പെടണം. അപ്പൊ ചില മനുഷ്യന്മാരെന്ത് ചെയ്യും? ചെലവഴിക്കും, നേർച്ചയാക്കും. ഇതാണ് മാറിക്കിട്ടിയ അങ്ങനെ കൊടുക്കുക, അങ്ങനെ കൊടുക്കുക, അങ്ങനെ പലരും അങ്ങനെ പ്രയാസഘട്ടങ്ങളിൽ മാത്രം സ്വതക്കയെ കുറിച്ച് ധർമ്മത്തെക്കുറിച്ച് ആലോചിക്കുന്നവരുണ്ട്. അള്ളാഹു പറയുന്നത് അത്തരത്തിൽ പെടുകയല്ല വേണ്ടത്. എല്ലാ ഘട്ടത്തിലും ചെലവഴിക്കണം, എല്ലാ സന്ദർഭങ്ങളിലും ചെലവഴിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. മാത്രമല്ല, ചെലവഴിക്കാതിരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് തന്റെ മുതൽ തീർന്നു പോകുമെന്ന ഭയമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ പറഞ്ഞു, വാസ്തവത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തിനോടല്ല സ്നേഹം, വരാനിരിക്കുന്ന ആളുകളുടെ സ്വത്തിനോട്, മറ്റുള്ളവരുടെ സ്വത്തിനോട് സ്നേഹം, അവനവന്റെ സ്വത്തിനോട് സ്നേഹമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ സഹാബത്തോട് ചോദിക്കുക, അയ്യക്കും മാല വാരിസിഹി അഹബ്ബ ഇലൈഹി മിൻ വാലി മിൻ മാലിഹി, സ്വന്തം ധനത്തേക്കാൾ മറ്റുള്ളവരുടെ അവകാശികളുടെ ധനത്തെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ ഉള്ളത്? സ്വന്തം ധനത്തേക്കാണ് വേറുള്ളവരെ മുതൽ സ്നേഹിക്കാം, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ അതുള്ളത്? അപ്പൊ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ മിന്നാ അഹദുൻ ഇല്ലാ മാലഹു അഹബ്ബ ഇലൈഹി, ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വന്തം സ്വത്തിനോടല്ലാതെ മറ്റുള്ളവരുടെ സ്വത്തിനോട് ആശയുള്ള ഇഷ്ടമുള്ള ഒരാളും തന്നെ ഇല്ല. എല്ലാ മനുഷ്യന്റെയും പ്രകൃതി അവനവന്റെ സ്വത്തിനെ തന്നെയാ സ്നേഹിക്കുക. അത് നഷ്ടപ്പെടാതെ, അതിൽ കോട്ടം വരാതെ, അതിൽ കമ്മി വരാതെ, അങ്ങനെ അവനവന്റെ സ്വത്തിനെ തന്നെയാണ് സ്നേഹിക്കൽ മനുഷ്യ പ്രകൃതം. അതാണ് ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് നബിയേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാ നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ട്. മനുഷ്യരുടെ സ്വഭാവം കണ്ടു നോക്കിയാൽ അവൻ അറിയട്ടെ, ഫഇന്നമാ ലഹു മാ ഖദ്ദമ, തന്റെ മുതലെന്ന് പറയുന്നത് തനിക്ക് വേണ്ടി ചെലവഴിച്ചത് മാത്രമാകുന്നു. വമാല വാരിസിഹി മാ അഖറ, ചെലവഴിക്കാതെ വെച്ചതൊക്കെ തന്റെ അവകാശികൾക്കുള്ള മുതലാകുന്നു. അപ്പൊ നമ്മൾ സ്നേഹിക്കുന്നത് ആരെയാ? എന്നെ സ്നേഹിക്കുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടി വല്ലതും ചെലവഴിച്ചാൽ അതേ എന്റെ മുതല് എന്ന് പറയാനുള്ളൂ. അല്ലാത്തതൊക്കെ ഞാനാണ് മരിച്ചാൽ എന്റെ ശേഷക്കാരി കൈകാര്യം ചെയ്യേണ്ട സ്വത്താ, അവർക്കായി ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നത്. അപ്പൊ അതിനോടാ സ്നേഹം. എന്റെ കാര്യത്തെക്കുറിച്ച് സ്നേഹമില്ല. എന്റെ പരലോകം, എന്റെ നരകം, എന്റെ മഹ്ശർ, എന്റെ വിചാരണ, എന്റെ നാഥന്റെ കോടതിയിൽ ഞാൻ പോയി നിൽക്കൽ, അത് ആഗ്രഹിക്കുന്നില്ല. അതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നേ ഇല്ല. പിടിച്ചിങ്ങനെ വെച്ച് 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 ഒരുപാട് കൂട്ടി ബാലൻസ് ആയി ഇവനങ്ങ് മരിച്ചു പോയിട്ട് ആരാ പിന്നെ കൈകാര്യം ചെയ്യുന്നത്? ഇവനാണോ? അല്ല, അവന്റെ ശേഷക്കാര്. ആ കൈകാര്യം ചെയ്യുന്ന ശേഷക്കാരി ഇവനെ ഓർക്കുക പോലുമില്ല. ആർക്ക് വേണ്ടി സ്വതക്ക കൊടുക്കാതെ, സകാത്ത് കൊടുക്കാതെ കൂട്ടിവെച്ചോ ഈ ധനം, ആ ധനം നമ്മുടെ മരണശേഷം കൈകാര്യം ചെയ്യുന്നവർ, അള്ളാഹു അത്തരത്തിലുള്ള മക്കളിൽ നിന്നും അവകാശികളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരു വേള അവര് നമ്മെ ഓർക്കുക പോലുമില്ല, തിരിഞ്ഞു നോക്കില്ല, ഒന്ന് ദുആ ചെയ്യില്ല, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയില്ല, ഒരു ഖബറുകൾ വന്നൊന്ന് സിയാറത്ത് ചെയ്യില്ല, ഒരു നിലക്കും ഒരു രൂപത്തിലും പരിഗണിക്കില്ല. വേണ്ടി വന്നാൽ അതേ ധനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മദ്യപിച്ച് ആ കുപ്പി വേണമെങ്കിൽ ബാപ്പ കിടന്നുറങ്ങുന്ന, ബാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനിലേക്ക് വലിച്ചെറിയും. ആ അവകാശികൾക്ക് വേണ്ടിയാണോ നീ കൊടുക്കേണ്ടുന്ന ധനങ്ങളെപ്പോലും കൊടുക്കാതെ പിടിച്ചു വെച്ച് ഇങ്ങനെ സംരക്ഷിച്ചു പോരുന്നത് എന്ന് അർത്ഥത്തിലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, യഖൂലുൽ അബ്ദു മാലി മാലി ഇന്നമാ ലഹു മിൻ മാലിഹി സലാസുൻ മാ അകല ഫഅഫനാ ഔ ലബിസ ഫഅബ്ലാ ഔ അഅതാ ഫഖതനാ വമാ സിവാ ദാലിക ഫഹുവ ദാഹിബുൻ വതാരികുഹു ലിന്നാസ്. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. ആദ്യം പറഞ്ഞൊരു സഹീഹ് ബുഖാരിയിലുള്ളതാണ്. യഖൂലുൽ അബ്ദു, ഒരടിമ പറയുന്നു, മാലി മാലി, എന്റെ മുതല്, എന്റെ മുതല്, എന്റെ സ്വത്ത്, എന്റെ സമ്പത്ത് എന്നിങ്ങനെ മനുഷ്യൻ പറഞ്ഞു നടക്കും. എടോ, ഇന്നമാ ലഹു മിൻ മാലിഹി സലാസുൻ, നിശ്ചയമായും ഇത് പറയുന്ന മനുഷ്യൻ അറിയുന്നുണ്ടോ,
തന്റെ മുതലെന്ന് പറയുന്നത് 3 എണ്ണമാണ്. ഒന്ന് മാക്കലാവൻ ഭക്ഷിച്ചത്, ഫാഫിനാര് നശിച്ചുപോയി. നമ്മൾ വല്ലതും കഴിച്ച ആര് നമുക്ക് കിട്ടി, നമ്മളെ മുതൽ തന്നെ, നമ്മൾ കഴിച്ചു, നമുക്ക് ഉപകാരപ്പെട്ടു. ഔലബിസ, അല്ലെങ്കിൽ വസ്ത്രം വാങ്ങി ഉടുത്തു ധരിച്ചു, ഫാബിലാദങ്ങ് നുരുമ്പി നശിച്ചു, അതും പോയി. അതേ വസ്ത്രം ധരിച്ചു, അതും നമ്മൾ അനുഭവിച്ചു. ഔ അഅ്താ, അതല്ലെങ്കിൽ അവൻ ധർമ്മം ചെയ്തു, വല്ലതും കൊടുത്തു എങ്കിൽ ഫഖ്തനാ, അത് മാത്രമാണ് തനിക്കായി അവൻ ബാക്കി വെച്ചിട്ടുള്ളത്. വമാ സിവാ ദാലിക, തിന്നതും ഉടുത്തതും ധർമ്മം ചെയ്തതുമല്ലാത്ത സ്വത്ത് മുഴുവനും ഫഹുവ ദാഹിബുൻ, അതൊക്കെയും പോകാനുള്ളതാണ്. വതാരികുഹു ലിന്നാസ്, മറ്റുള്ളവർക്ക് വേണ്ടി അവൻ ഉപേക്ഷിച്ചിട്ട് പോകുന്നതാകുന്നു. അപ്പൊ അവരവർക്ക് എന്താ ഉള്ളത്? അവരവർക്കുള്ളത് അതുകൊണ്ട് എന്തിനാ ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അവരവര് നല്ലോണം ചെയ്തോളണം, അവരവർക്ക് വേണ്ടി നല്ലോണം പ്രവർത്തിച്ചോളണം എന്ന അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മം, സത്യവിശ്വാസികൾ മുത്തഖീങ്ങളെ പറ്റി അള്ളാഹ് പറയുന്നത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും അവർ ചെലവഴിക്കും. അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തെ ഗുണം വൽ കാളിമീനൽ ഗൈള, വൽ കാളിമീനൽ ഗൈള, ദേഷ്യം ഒതുക്കുന്നവരാകുന്നു, കോപം നിയന്ത്രിക്കുന്നവർ. കോപം മനുഷ്യ പ്രകൃതാണ്. കോപിക്കാത്തവർ എന്നല്ല ഖുർആൻ പറഞ്ഞത്, കോപം മനുഷ്യന്റെ പ്രകൃതാണ്. ദേഷ്യം പിടിക്കും, ദേഷ്യം പിടിപ്പിച്ചാൽ ദേഷ്യം പിടിക്കും, ദേഷ്യം പിടിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ ദേഷ്യം പിടിക്കും, ദേഷ്യം പിടിക്കാതിരിക്കൂല, അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. പക്ഷേ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയലാണ് കഴിവ്. അതാണ് ഏറ്റവും വലിയ കരുത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുറഅ ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. മുത്തഫഖുൻ അലൈഹി, ആ ഹദീസാണ്. ഓരോ മത്സരഘട്ടത്തിൽ എതിരാളിയെ അടിച്ച് നിലം പരിശാക്കുന്നവനല്ല ശക്തൻ, മറിച്ച് ഇന്നമ ശദീദ്, ഏറ്റവും വലിയ കരുത്തനും ശക്തനും എന്നൊക്കെ പറയുന്നത് അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബി, ദേഷ്യം വരുമ്പോൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവനാണ്. വലിയ വലിയ റിംഗിൽ വെച്ച് എതിരാളിയെ അടിച്ച് നിലം പരിശാക്കുന്നവൻക്കൊന്നും ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാറില്ല. വലിയ തടിമാടനാണ് പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവനൊന്നിനും കൊള്ളൂല. ദേഷ്യം പിടിച്ചാൽ അവന് എന്തൊക്കെ ചെയ്യാന്നറിയില്ല. അതുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കലാണ്. അതാണ് ഇദാ ഗളിബ്ത ഫകുൻ വഖൂറൻ കാളിമാ ലിൽഗൈളി തുബ്സിറു മാ തഖൂലു വതസ്മഉ ഫകഫാ ബിഹി ശറഫൻ തസബ്ബുറു സാഅത്തിൻ യർദാ ബിഹാ അൻകല്ലിലാഹു വയർഫഉ. നീ ദേഷ്യം പിടിച്ചാൽ എപ്പോഴും വളരെ ഗാംഭീര്യത്തോടെ നീ ദേഷ്യം ഒതുക്കിക്കൊണ്ടിരിക്കണം. കാരണം ദേഷ്യം പിടിക്കുമ്പോ നീ എന്താണ് പറയുന്നത്, നീ എന്താണ് കേൾക്കുന്നത് എന്ന് നീ ശരിക്കും കാണുന്ന വ്യവസ്ഥയിലായിരിക്കണം. നീ അതിനെപ്പറ്റി നീ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളെ പറ്റി നല്ല ബോധമുള്ളവനായിരിക്കണം നീ. അതേ അല്പമെങ്കിലും അള്ളാഹുവിന്റെ പൊരുത്തമുദ്ദേശിച്ചുകൊണ്ട് നീ ഒരല്പനേരമെങ്കിലും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹ് നിന്നെക്കുറിച്ച് തൃപ്തിപ്പെടുന്ന കാര്യവും നിനക്ക് അത്യുന്നതമായ പദവി അള്ളാഹു നൽകുന്ന കാര്യവുമാകുന്നു. അതുകൊണ്ട് കോപം വരുമ്പോൾ നിയന്ത്രിക്കണം. പിശാചിൽ നിന്നാണ് ഈ കോപത്തിന്റെ ഏറ്റവും വലിയ ഇളക്കിവിടലുണ്ടാകുക. ശൈത്താനാണ് മനുഷ്യനെ തമ്മിൽ തെറ്റിച്ച് ഇളക്കി വിടുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയാണ്, ഒരു സഹാബി പറയുന്നു, ഇസ്തബ്ബറ ജുലാനി ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വനഹനു ഇൻദഹു ജുലൂസ്. ഞങ്ങള് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ ഇരിക്കുന്ന നേരത്ത് രണ്ടാളുകൾ പരസ്പരം തമ്മിൽ തെറ്റി ചീത്ത വിളിക്കാൻ തുടങ്ങി. അതിലൊരാള് മറ്റേ വ്യക്തിയെ ദേഷ്യം പിടിച്ച് ഖദിഹമറ വജ്ഹുഹു, അദ്ദേഹത്തിന്റെ മുഖം വളരെയേറെ വിവർണമായിട്ടുണ്ട്. ആ സമയത്ത് ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലഅലമു കലിമതൻ ലൗ ഖാലഹാ ലദഹബ അൻഹു മാ യജിദു ലൗ ഖാല അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദേഹം എങ്ങാനും ദേഷ്യം പിടിച്ച് സംസാരിക്കുന്ന ആളെ കുറിച്ച് റസൂലുള്ളാഹി പറയാണ്, ഇന്നി ലഅലമു കലിമ, എനിക്കൊരു കലിമ അറിയാം. ആ കലിമ ലൗ ഖാലഹ, ആ ദേഷ്യം പിടിച്ച് ഇങ്ങനെ ചൂടായി ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെങ്ങാനും പറഞ്ഞിരുന്നുവെങ്കിൽ ലദഹബ അൻഹു മാ യജിദു, ഇപ്പോൾ അയാളുള്ള അവസ്ഥയിൽ നിന്ന് അയാൾക്കൊരു മോചനം കിട്ടുമായിരുന്നു. ലൗ ഖാല, അയാൾ പറഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
ശപിക്കപ്പെട്ട, ആട്ടിയോടിക്കപ്പെട്ട എല്ലാ അനുഗ്രഹത്തിൽ നിന്നും വിദൂരത്താക്കപ്പെട്ട ശൈത്താന്റെ ശർറിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ദേഷ്യം പിടിക്കുമ്പോൾ അത് പറയാനാണ്. ദേഷ്യം പിടിക്കുമ്പോൾ മനസ്സിനോട് അത് പറഞ്ഞ് അത് അടക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രല്ല വഇൻ കുൻത ഖായിമൻ ഫജ്ലിസ്, മറ്റൊരു ഹദീസിൽ കാണാം നീ നിന്ന അവസ്ഥയിലാണെങ്കിൽ ഇരുന്നോളണം എന്നാണ്. നമ്മുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ. നിന്ന് ദേഷ്യം പിടിക്കുകയാണ്, ദേഷ്യം പിടിച്ച് നിന്ന് നമ്മൾ തുള്ളാണ്. ഇരിക്കാനാ പറയുന്നത്, കൂളാവാൻ ഇരിക്കുക. ഇരുന്നിട്ടാണെങ്കിൽ കിടക്കാൻ പറയുന്നു, ഉളുവെടുക്കാൻ പറയുന്നു. അങ്ങനെ പല നിർദ്ദേശങ്ങളും നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാം. നമ്മളാണെങ്കിലോ നമ്മൾ കിടന്നിട്ട് ആ ദേഷ്യം പിടിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഇരുന്ന് ദേഷ്യം പിടിച്ചാൽ എണീറ്റ് നിൽക്കും, നിന്നിട്ട് ദേഷ്യം പിടിച്ചാൽ നടക്കും, ഓടും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് നേരെ ഇങ്ങോട്ട് ചെയ്യാനാ. നിന്നിട്ടാണെങ്കിൽ ഇരിക്ക്, കൂളാവ്, നിയന്ത്രിക്ക് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കദമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു ദഅാഹു അല്ലാഹു അസ്സ വജല്ല അലാ റൂസിൽ ഖലായിഖ യൗമൽ ഖിയാമ ഹത്താ യുഖയ്യിറഹു അല്ലാഹു മിനൽ ഹൂരി മാ ശാഅ. റവാഹു അബൂ ദാവൂദ് റഹിമഹുല്ലാഹ്. മൻ കദമ ഗൈളൻ, ആരെങ്കിലും ദേഷ്യം നിയന്ത്രിച്ചാൽ, കോപം അടക്കിയാൽ, വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു, കോപത്തിന്റെ ഫലമായി ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ അവന് കഴിവുണ്ടായിരിക്കെ, കഴിവില്ലാഞ്ഞിട്ടല്ല, ദേഷ്യം പിടിച്ചിട്ട് എനിക്ക് എന്തും ചെയ്യാനുള്ള കഴിവുണ്ട്, ആ കഴിവ് ഉണ്ടായിരിക്കെ തന്നെ ആരെങ്കിലും കോപം നിയന്ത്രിച്ചാൽ അല്ലാഹു നാളെ പരലോകത്ത് സർവ്വ സൃഷ്ടികളുടെയും മുന്നിൽ വെച്ച് അവനെ വിളിച്ചിട്ട് അതേ സ്വർഗീയ ഹൂറികളിൽ നിന്ന് നിനക്കിഷ്ടമുള്ളവരെ തെരഞ്ഞെടുത്തോളൂ എന്ന് പരസ്യമായി അവനെ ആദരിച്ചുകൊണ്ട് പറയുന്നതാണ്. ദേഷ്യം നിയന്ത്രിക്കുന്നവന് പാരത്രികമായ ലോകത്ത് റബ്ബിന്റെ പ്രത്യേകമായ അനുമോദനമുണ്ട്. പരസ്യമായ ആളുകളുടെ മുമ്പിൽ വെച്ചവന് അവാർഡുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മൂന്നാമത്തെ ഗുണം വൽആഫീന അനിന്നാസ്, അതേ കോപം അടക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന മറ്റൊരു ഗുണമാണ് പറയുന്നത്. വൽആഫീന അനിന്നാസ്, ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യൽ. ആളുകളിൽ നിന്ന് തനിക്കെതിരെ ഉണ്ടാകുന്ന പീഡനങ്ങൾക്ക്, അതല്ലെങ്കിൽ ഉപദ്രവങ്ങൾക്ക് പുറത്തു കൊടുക്കൽ, മാപ്പ് കൊടുക്കൽ, അത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു നന്മയാണ്. അത് മറ്റുള്ളവരോട് നാം കാണിക്കുന്ന ഒരു കാരുണ്യമാണ്. അതിനാലാണ് തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത്, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരോട് അല്ലാഹു വളരെ ഇഷ്ടപ്പെടുന്നു. മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കുക. വിവരക്കേട് കൊണ്ട്, അവിവേകം കൊണ്ടൊക്കെ നമ്മളോട് മറ്റുള്ളവർ കാണിക്കുന്ന ആ നിലക്കുള്ള അക്രമങ്ങൾക്ക്, അതല്ലെങ്കിൽ സ്വൈരക്കെടുത്തലുകൾക്ക്, ഉപദ്രവങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു സംഭവം പറയുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു, കുൻതു അംശി മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലൈഹി ബുർദുൻ നജറാനിയുൻ ഗലീദുൽ ഹാശിയ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഞാൻ ഒരിക്കൽ നടക്കുകയായിരുന്നു. അന്നേരം പ്രവാചകന്റെ ശരീരത്തിൽ ഒരു നജറാനി പുതപ്പുണ്ടായിരുന്നു. നജറാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതപ്പ് റസൂലുള്ളാഹി ധരിച്ചിരുന്നു. ഗലീദുൽ ഹാശിയ, അതിന്റെ കരകൾ, അതിന്റെ വക്കുകൾ പരുക്കനായിരുന്നു. അതിന്റെ അറ്റം പരുക്കനായവരുമുണ്ട്. ഫഅദ്റകഹു അഅറാബിയുൻ, അത് ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹി അതിങ്ങനെ ചുമലിട്ട് നടക്കുമ്പോഴാണ് ഒരു അഅറാബി വന്നുകൊണ്ട് ഫജബദഹു ബിരിദാഇഹി ജബ്ദതൻ ശദീദ, വളരെ കഠിനമായി പിടിച്ചു വലിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോവാണ്. പിന്നെ ഒരു അഅറാബി വന്നിട്ട് ആ മൂണ്ടൊരു ഒറ്റ വലിയ. ഹത്താ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹത്താ നദർതു ഇലാ സഫഹതി ആതിഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് അസ്റത് ബിഹാ ഹാശിയത്തുൽ ബുർദി മിൻ ശിദ്ദതി ജബ്ദതിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട കഴുത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഈ അഅറാബിയുടെ പരിക്കൻ വലി നിമിത്തം ആ പരിക്കൻ വസ്ത്രം കൊണ്ടിട്ട് അവിടുത്തെ ഉനുഖിൽ നിന്ന്, അതേ ആ പ്രത്യേകമായ അവിടുത്തെ ചുമലിൽ നിന്ന് ചോര പൊടിയുന്നുണ്ട്. വലിയ വലിയ വലിച്ച്, അല്ലാത്ത അടയാളം അവിടെ കാണുന്നുണ്ട്. സുമ്മക്കാലി വലിച്ചു എന്ന് മാത്രല്ല, പരിക്കൻ വലിയെന്ന് മാത്രല്ല, അയാള് ഗ്രാമീണനാണ്, ഒരു സംസ്കാരമല്ല. അയാൾ പറഞ്ഞു, യാ മുഹമ്മദ്, യാ മുഹമ്മദ്, മുഹമ്മദേ മുർലി മിൻ മാലില്ലാഹി അല്ലദീ ഇൻദക്, അല്ലാഹ് നിന്റെ അടുക്കൽ ഏൽപ്പിച്ച കുറെ മുതലുണ്ടല്ലോ, കുറച്ച് എനിക്കുണ്ടാ. മുർലി, കൽപ്പിക്ക്, മിൻ മാലില്ലാഹി അല്ലദീ ഇൻദക്, നിന്റെ അടുക്കലുള്ള അള്ളാന്റെ മുതലിൽ നിന്ന് എനിക്ക് കുറച്ച് തരാൻ വേണ്ടി പറഞ്ഞു. ഫൽതഫത ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ അയാളൊന്ന് തിരിഞ്ഞു നോക്കി. നമ്മളാണെങ്കിലോ തിരിഞ്ഞു നോക്കണതിന്റെ മുമ്പ് ആദ്യം കൊടുത്തിട്ടുണ്ടോ? എന്തെന്നാ മനുഷ്യനോട് പറയുന്നതിന് പരിചയമൊന്നുമില്ല എന്നല്ലേ നമ്മൾ പ്രതികരിക്കുക, അല്ലെങ്കിൽ ഒപ്പുള്ള ആൾ പ്രതികരിക്കൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കിയിട്ട് സുമ്മ ളഹിക,
സുബ്ഹാനല്ലാഹ്. ലോകത്തിന്റെ മുഴുവൻ കാരുണ്യത്തിന്റെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇന്നക ലഅലാ ഖുലുഖിൻ നളീം വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. അല്ലാഹുവിന്റെ റസൂലിന് മാത്രമേ അതിന് കഴിയൂ. അത് അല്ലാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് നൽകപ്പെട്ട ലോകത്തിന്റെ നേതാവാണ്. അവിടുന്ന് തിരിഞ്ഞു നോക്കിയിട്ടൊന്ന് ചിരിച്ചു എന്ന് മാത്രമല്ല, സുമ്മ അമറ ലഹു ബിഅതാ, അയാൾക്ക് വല്ലതും കൊടുക്കുന്നു. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയും, എന്തെങ്കിലും കൊടുക്കും. അതാണ് വല്ലാഫീന അനിന്നാസ്, ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങൾക്കും അതേ ഉപദ്രവങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്യൽ. ഈ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് മുത്തഖി, അവർക്കാണ് സ്വർഗം. അതുകൊണ്ട് അതേ നമ്മൾ മനസ്സിലാക്കണം, എന്ത്, ഈ വിട്ടുവീഴ്ച ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അവനവന്റെ വീട്ടിൽ തന്റെ ഇണകളോട്, ഭാര്യയോട്, ഭർത്താവിനോടും ഒക്കെ വിട്ടുവീഴ്ച കാണിക്കുക. മക്കളോട്, ബന്ധുക്കളോട്, അയൽവാസികളോട്, എല്ലാവരോടും ആ നിലക്ക് വിട്ടുവീഴ്ച കാണിക്കുന്ന ഒരു പ്രകൃതമായി തീർന്നാൽ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടാൽ സർവശക്തനായ റബ്ബും നമ്മോട് വിട്ടുവീഴ്ച ചെയ്യും. ഖുർആൻ പറഞ്ഞില്ലേ, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങളോട് പൊറുക്കുന്നതും അല്ലാഹ് നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഇതരരോടും പൊറുക്കണം, മാപ്പാക്കണം എന്ന നിലക്ക് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ ഒരു പ്രത്യേക സംഭവം വിവരിക്കുന്നിടത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിശദീകരിക്കപ്പെട്ട 3 ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുവാൻ പരമാവധി പ്രയത്നിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. സർവശക്തൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകിയ റബ്ബ് സുബ്ഹാനഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ മുത്തഖീങ്ങളുടെ ഗുണങ്ങൾ അല്ലാഹു വിവരിച്ചിടത്ത് 4ാമതായി ഈ സൂക്തങ്ങളിലൂടെ വിശദീകരിച്ച കാര്യം, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. ആരാണ് മുത്തഖീങ്ങൾ? ഇനി താഴെ പറയുന്ന 3 ആദ്യം പറഞ്ഞു, തുടർന്നു കൊണ്ട് പറയാണ് വല്ലദീന, അവരൊരു കൂട്ടരുമാണ്. ഇദാ ഫഅലൂ ഫാഹിശതൻ, അവരിൽ നിന്ന് വല്ല നീചമായ പ്രവർത്തനങ്ങളും വന്നു പോയാൽ, കാരണം മനുഷ്യരാണല്ലോ, ഔ ളലമൂ അൻഫുസഹും, അല്ലെങ്കിൽ അവരോട് തന്നെ വല്ല അക്രമവും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അഥവാ എന്തെങ്കിലും തിന്മ ചെറുതാവട്ടെ വലുതാവട്ടെ അവരിൽ നിന്ന് സംഭവിച്ചു പോയാൽ, ദക്കറുല്ലാഹ്, അവർക്ക് ഉടനെ അല്ലാഹുവിനെ ഓർമ്മ വന്നാൽ, അതവർക്ക് തെറ്റാണെന്ന് അവർക്ക് കൃത്യമായി ബോധ്യമായി എങ്കിൽ അവർ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ ഓർത്തുകൊണ്ട് അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. കാരണം അവരെന്താണ് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുമെന്ന് പറയാൻ കാരണം, റബ്ബല്ലാതെ പൊറുക്കുന്നവരില്ല. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവൻ ആരുണ്ട്? അല്ലാഹ് അല്ലാതെ പാപം പൊറുക്കൂല. വേറൊരാളോടും പാപം പൊറുക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ പാപങ്ങൾ അങ്ങൊന്ന് പൊറുക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ഇഷ്ടം കൊണ്ട് എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട്, പ്രവാചകരെ, എണ്ണവും കണക്കുമില്ലാത്തത്ര ദോഷങ്ങൾ ഞാൻ ചെയ്തു പോയിരിക്കുന്നു, അങ്ങയോട് ഞാൻ അന്യായം പറയുന്നു എന്ന വരികൾ മൗലിദ് കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, പാടില്ല. പരിശുദ്ധ ഖുർആൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് ആദ്യമായി ഓതിക്കേൽപ്പിച്ചില്ലേ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരുണ്ട് പാപം പൊറുക്കാൻ? അതുകൊണ്ട് വിശ്വാസികൾ അല്ലാഹുവിനോട് മാത്രം പാപമോചനത്തിന് അർത്ഥിക്കും. മാത്രമല്ല, വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, തിന്മയിലാണ് ഞങ്ങൾ എന്ന് അറിഞ്ഞിരിക്കെ തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവരാ തിന്മയിൽ ഉറച്ചു നിൽക്കൂല, ഉടനെ പശ്ചാത്തപിക്കും. സുമ്മ യതൂബൂന മിൻ ഖരീബ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഉടനെ പശ്ചാത്തപിക്കണം, തൗബ നീട്ടിവെക്കാൻ പാടില്ല. ഇതാണ് 4ാമത്തെ ഗുണം. അപ്പൊ ദിക്റും ഇസ്തിഗ്ഫാറും ദുആയും ഒക്കെ നിരന്തരം മുത്തഖീങ്ങളിൽ ഉണ്ടാകും. ഒരിക്കൽ ദിക്റുകളുണ്ട്, ദുആകളുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്, തൗബയുണ്ട്. അതൊരു റമദാനോ അല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോ ഹറമോ മാത്രല്ല, സ്ഥലകാല വ്യത്യാസമില്ലാതെ നിരന്തരം അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമാ വഖുഊദാ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും കിടന്നും സദാസമയവും അവർ അല്ലാഹുവിനെ ഓർക്കും. ദിക്റുണ്ട്, ദുആയുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്.
അങ്ങനെ അവർ അള്ളാഹുവിനോട് വന്നുപോയ പാപങ്ങളെക്കുറിച്ച് എപ്പോഴും അള്ളാഹുവിനോട് സങ്കടപ്പെടും. ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിനേന യദാ റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുൽ ഗഫൂർ, അല്ലെങ്കിൽ ഇന്നക അൻതത് തവ്വാബുർ റഹീം, റബ്ബേ നീ എന്നോട് പൊറുക്കണം, നീ എന്റെ പശ്ചാത്താപം സ്വീകരിക്കണം, നീയാണ് ഏറെ പൊറുക്കുന്നവൻ, നീയാണ് ഏറെ കരുണ ചെയ്യുന്നവൻ എന്ന അർത്ഥമുള്ള ദുആ ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് ഒരു 100 തവണയെങ്കിലും ഒരു മജ്ലിസിലിരുന്ന് പിരിയുന്നതിനിടക്ക് ഞങ്ങൾ എണ്ണി എടുക്കാറുണ്ടായിരുന്നു എന്ന് ആ മജ്ലിസിൽ ഹാജരായിരുന്ന സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. ഒരു നിസ്കാര ശേഷം ഒരു 3 അസ്തഗ്ഫിറുല്ലാഹ് പറയുമ്പോൾ ഒഴിവില്ലാത്ത ആളുകളാണ് നമ്മൾ. നിസ്കാര ശേഷമുള്ള ദുആ ദിക്റുകൾക്ക് പോലും താല്പര്യവും നേരവും ഇല്ലാതെ പെട്ടെന്ന് എണീറ്റ് നമ്മൾ പോകും, മാറും. സുന്നത്ത് നിസ്കരിക്കാനൊക്കെ നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. ഒരല്പം ശ്രദ്ധ വേണം സുഹൃത്തുക്കളെ. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആയും ദിക്റൊക്കെ വളരെ കുറഞ്ഞ സമയം അതിനൊക്കെ വേണ്ടു. എവിടുക്കാ നമ്മൾ ഈ പോകുന്നത്? എവിടുക്കാ ഈ തിരക്ക് കൂട്ടുന്നത്? ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ 5 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് ക്ഷമയോടെ ഇരുന്ന് ഞാൻ എന്തെന്റെ നാഥനോട് പറയുന്നു എന്നൊന്നും മനസ്സറിഞ്ഞ് റബ്ബിനോടൊന്ന് പറഞ്ഞെഴുന്നേറ്റുകൂടെ? സൗകര്യമുള്ളവർ തിരക്കാണെങ്കിലൊക്കെ, വളരെ തിരക്കാണെങ്കിൽ അങ്ങനെ. അതെ, നന്മകൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ആ നിലയ്ക്ക് ഇസ്തിഗ്ഫാറിന്റെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കും. എന്നിട്ടല്ല പറയുന്നു, ലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം. ഈ മേൽപ്പറയപ്പെട്ട ഗുണങ്ങളൊക്കെ പാലിക്കുന്ന മുത്തഖീങ്ങൾ അവർക്കുള്ള പ്രതിഫലം മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനമാണ്. വജന്നാത്ത്, സ്വർഗ്ഗങ്ങളുമാകുന്നു. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗം. ഖാലിദീന ഫീഹാ, അവരതിൽ നിത്യവാസികളായിരിക്കും. വനിഅമ അജ്റുൽ ആമിലീൻ, നന്നായി അധ്വാനിക്കുന്ന തൊഴിലെടുക്കുന്നവർക്കുള്ള പ്രതിഫലം എത്ര നല്ലതാണ്. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തേണ്. ഖുർആൻ മറ്റൊരു സ്ഥലത്തും പറഞ്ഞു, ഇന്നലിൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം. മുത്തഖീങ്ങൾക്ക് അവരുടെ റബ്ബിന്റെ അടുക്കൽ സുഖലോലുപമായ ആനന്ദത്തിന്റെ സ്വർഗ്ഗങ്ങളുണ്ട്. അതിങ്ങനെ അതിന്റെ കവാടങ്ങനെ തുറന്ന് വെച്ചിരിക്കണം അവരെ സ്വീകരിക്കാൻ. ആ സ്വീകരിക്കാൻ വേണ്ടി തുറന്നു വെച്ച സ്വർഗം. വസീഖല്ലദീന തഖൗ റബ്ബഹും മിനൽ ജന്നതി സുമറാ, അതെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച മുത്തഖീങ്ങൾ നയിക്കപ്പെടും സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി. അവരാ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ വഫുതിഹത് അബ്വാബുഹാ, അതിന്റെ കവാടങ്ങൾ ഇങ്ങനെ മലർക്കെ തുറക്കപ്പെട്ട് അവരെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. വഖാല ലഹും ഖസനതുഹാ, ആ സ്വർഗീയ കാവൽക്കാരായ മലക്കുകൾ മുത്തഖീങ്ങളോട് പറയുന്നതാണ്, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾക്ക് ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, നിങ്ങൾ നല്ലത് ചെയ്തവരാണ്, അതുകൊണ്ട് നിത്യവാസികൾ എന്ന നിലയ്ക്ക് ഇതിലേക്ക് പ്രവേശിച്ചോളൂ. അല്ലാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ആ ആശീർവാദത്തിന്റെ അനുമോദനത്തിന്റെ വാക്കുകൾ കേട്ട് സ്വർഗത്തിൽ കാലെടുത്ത് വെക്കുമ്പോ മുത്തഖീങ്ങൾ പറയും, എന്താ പറയാ? وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. അൽഹംദുലില്ലാഹ്, സ്വർഗത്തിൽ കാലെടുത്ത് വെച്ചാലാണ് പറയും അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അവൻ ആരാ? ഞങ്ങളോടുള്ള കരാർ നിറവേറ്റിയവനാണ്. ഞങ്ങൾക്കിതാ എവിടെയും ഞങ്ങൾക്ക് ഉല്ലസിക്കാൻ സൗകര്യം തന്നവനാണ്. പണിയെടുത്തവർക്കുള്ള കൂലി എത്ര നല്ലതാണ് എന്നിങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുമെന്ന് അല്ലാഹു പറയുന്നു. അല്ലാഹുവേ, ആ നിലക്ക് സന്തോഷിക്കാൻ നീ ഞങ്ങൾക്കെല്ലാം സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കണമേ. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. എല്ലാവിധത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. നാഥ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه.
اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.